Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സ്ട്രാക്ഷൻ എന്താണെന്നാണ്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലെ ഒരു മെയിൻ കൺസെപ്റ്റ് ആണ് അബ്സ്ട്രാക്ഷൻ. നമ്മുടെ പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, എൻക്യാപ്സുലേഷൻ പോലൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുന്നേ തിയററ്റിക്കലായിട്ട് ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സ്ട്രാക്ഷൻ എന്താണ്, അബ്സ്ട്രാക്ഷന്റെ എക്സാമ്പിൾസ് എന്താണ്, പിന്നെ അബ്സ്ട്രാക്ഷൻ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് ദ പ്രോസസ് ഓഫ് ഹൈഡിങ് സർട്ടൻ ഡീറ്റെയിൽസ് ആൻഡ് ഷോയിങ് ഓൺലി എസെൻഷ്യൽ information to the user. The trivial or the non-essential units are not displayed to the user. അതായത് certain details നമ്മുടെ യൂസറുടെ കയ്യിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നു, എന്നിട്ട് യൂസറിന് വേണ്ട ഇൻഫർമേഷൻ മാത്രം കാണിക്കുന്നു, അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നില്ല. ആ പ്രോസസ്സിനാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ കാർ ഇസ് വ്യൂഡ് ആസ് എ കാർ റാദർ ദാൻ ഇറ്റ്സ് ഇൻഡിവിജ്വൽ കമ്പോണൻസ്. അതായത് നമ്മൾ കാറിനെ കാറായിട്ടാണ് കാണുന്നത്, അല്ലാതെ കുറെ കമ്പോണന്റ് ചേർന്ന ഒരിതായിട്ടല്ലല്ലോ നമ്മൾ കാണുന്നത്. കാറിനെ കാറായിട്ട് തന്നെ കാണുന്നു. അപ്പൊ കാറിനകത്ത് എന്തൊക്കെ കമ്പോണന്റ് ഉണ്ട്? വീലുണ്ട്, ശരിയല്ലേ? വീലുണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, ആക്സിലറേറ്റർ ഉണ്ട്, സീറ്റ് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്താണ്, ഓരോത്തിനും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷനാലിറ്റി ഉണ്ട്, ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ കാർ നിൽക്കുന്നു. ആ കാർ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മളെ കാണിക്കുന്നില്ല. നമ്മൾ ചവിട്ടുമ്പോൾ ഇന്റേണലി എന്തോ ഒരു കാര്യം നടന്നിട്ട് അവിടെ കാർ സ്റ്റോപ്പ് ആവുകയാണ്, ശരിയല്ലേ? അപ്പൊ എന്തവിടെ നടന്നിട്ട് ഈ കാർ നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കാണുന്നില്ല, നമ്മളെ കാണിക്കുന്നില്ല. മനസ്സിലായോ? ഇതിനാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആക്സിലറേറ്റർ ചവിട്ടുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂടുന്നു. എങ്ങനെയാണ് സ്പീഡ് കൂടുന്നത് എന്നുള്ള കാര്യം നമ്മളെ കാണിക്കുന്നില്ല. ചവിട്ടുമ്പോൾ ജസ്റ്റ് നിൽക്കുന്നു. നമ്മളെ ആക്സിലറേറ്ററും ബ്രേക്കും മാത്രമേ കാണിക്കുന്നുള്ളൂ. ചവിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്, ആ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് ഉദ്ദേശിച്ചത് അതെന്താണ് അവിടെ ബാക്ക് എൻഡ് നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കാണുന്നില്ല. മനസ്സിലായോ? അതായത് ഇന്റേണൽ ഇംപ്ലിമെന്റേഷൻ നമ്മളുടെ അടുത്തുനിന്ന് ഹിഡൻ ആണ്. ഇതിനാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ അബ്സ്ട്രാക്ഷൻ എന്താണെന്നൊരു ജനറൽ കൺസെപ്റ്റ് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമ്മളിപ്പോ നമുക്ക് ചുറ്റും നോക്കിയാൽ ഒരുപാട് റിയൽ ടൈം എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ ടി വി നിങ്ങൾ എടുക്കുകയാണ്. ഇപ്പൊ ടി വി ആയിട്ട് നമ്മൾ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നത്? റിമോട്ട് വെച്ചിട്ട്, ശരിയല്ലേ? അപ്പൊ നമ്മൾ റിമോട്ടിൽ ഓരോ ചാനൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ചാനൽ വരുന്നു. എങ്ങനെയാണ് ഈ ചാനൽ അത് ഫെച്ച് ചെയ്ത് നമ്മുടെ ടി വി കൊണ്ടത് കാണിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കാണുന്നില്ല. നമ്മൾ ബട്ടൺ ക്ലിക്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ഏത് ചാനലാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് കാണിക്കുന്നു. ഇന്റേണൽ ഡീറ്റെയിൽസ് ഹിഡൻ ആണ്. പിടിയിട്ടല്ലോ? അതുപോലെ തന്നെ അങ്ങനെ നമുക്ക് ചുറ്റും നോക്കി ഒരുപാട് എക്സാമ്പിൾ കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ ഗൂഗിളിനകത്ത് നിങ്ങൾ കൊടുക്കുകയാണ് ഓടിക്കാർ എന്ന്. ഓക്കെ, എന്തെങ്കിലും ഒരു സെർച്ച് കീവേഡ് കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് വരും. ഈ റിസൾട്ടുകൾ എങ്ങനെയാണ് അത് ഫെച്ച് ചെയ്ത് ഡേറ്റാബേസിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം നമ്മൾ കാണുന്നില്ല. നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിനനുസരിച്ച് ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഓൾ ഉണ്ട്, മുകളിൽ കുറച്ച് ടാബ്സ് ഉണ്ട്. ഓള്, ഇമേജസ്, ന്യൂസ്, വീഡിയോസ്, ശരിയല്ലേ? ഇപ്പൊ ഓൾ ആണ് സെലക്ടഡ് ആയിരിക്കുന്നത്. അതായത് ഓടിക്കാറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കാണും. അപ്പൊ അതിനകത്ത് ഇമേജ് കാണും, വീഡിയോ കാണും, ന്യൂസ് കാണും. മനസ്സിലായോ? ആർട്ടിക്കിൾസ് ഉണ്ട്, അത് കാണും, അതെല്ലാം കാണിക്കും. ഇനിയിപ്പോ നിങ്ങൾ ഇമേജസ് ആണ് ക്ലിക്ക് ചെയ്തെങ്കിൽ ആ ഓഡിയോക്കാറിന് ബന്ധപ്പെട്ടുള്ള ഇമേജ് മാത്രമേ വരത്തുള്ളൂ. അതായത് നമുക്ക് ഇമേജ് മാത്രം കണ്ടാൽ മതി. അപ്പൊ ഇമേജ് മാത്രം ഫിൽട്ടർ ചെയ്ത് കാണിക്കുന്നു. എങ്ങനെയാണ് ഇത് എടുത്തുകൊണ്ട് വരുന്നത് എന്നുള്ള കാര്യം കാണുന്നില്ല. അതുപോലെ നിങ്ങൾ വീഡിയോസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം കാണുന്നു. മനസ്സിലായോ? ഇന്റേണൽ ഡീറ്റെയിൽസ് ഹിഡൻ ആണ്. എങ്ങനെയാണ് ഈ റിസൾട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നതെന്ന് കാണിക്കുന്നില്ല. പിടിയിട്ടല്ലോ? ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണും നിങ്ങൾക്ക് അബ്സ്ട്രാക്ഷൻ എന്താണെന്ന്. അപ്പോൾ നമ്മൾ ജാവയിൽ എങ്ങനെയാണ് അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ കൂടാണ്. ഒന്ന് അബ്സ്ട്രാക്ട് ക്ലാസ് യൂസ് ചെയ്ത്, രണ്ട് ഇന്റർഫേസ് യൂസ് ചെയ്ത്. അബ്സ്ട്രാക്ട് ക്ലാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 0 to 100% അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി 100% കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടും കിട്ടാതെയും വരാം അബ്സ്ട്രാക്ഷൻ. ഓക്കെ, അതെങ്ങനെയാണെന്ന് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് ഇന്റർഫേസ് യൂസ് ചെയ്താണ്. ഇന്റർഫേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100% അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് ഞാൻ നമ്മുടെ വെഹിക്കിളിന്റെ എക്സാമ്പിൾ എടുക്കുകയാണ്. 3 ക്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്: വെഹിക്കിള്, കാറ്, ബൈക്ക്. എന്റെ വെഹിക്കിൾ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്റെ മെയിൻ ക്ലാസ്, അല്ലെ സൂപ്പർ ക്ലാസ്. അതിനകത്ത് ഞാൻ എന്താ നമ്പർ ഓഫ് ടയേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ നമ്പർ ഓഫ് ടയേഴ്സ് എത്ര ആണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. സ്റ്റാർട്ട് ഫംഗ്ഷനും ജസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ, ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ വേറെ 2 ക്ലാസ് ചെയ്തിരിക്കുകയാണ്, കാറും ബൈക്കും. അതിനകത്ത് നമ്പർ ഓഫ് ടയേഴ്സ് കാറിന് എത്രയാണ്? 4, ബൈക്കിന് 2. പിന്നെ ഞാൻ ഈ സ്റ്റാർട്ട് ഫംഗ്ഷൻ ഇങ്ങോട്ട് ഓവർ റൈഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് എന്താ കാര്യങ്ങൾ എഴുതി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് സ്റ്റാർട്ട് വിത്ത് കീ, ഒന്ന് സ്റ്റാർട്ട് വിത്ത് കിക്ക്. അപ്പൊ പല രീതിയിലായിരിക്കുമല്ലോ സ്റ്റാർട്ടിങ്. അപ്പൊ ചിലതിന്റെ സെൽഫ് സ്റ്റാർട്ട് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ
ഇവിടെ ജസ്റ്റ് ഞാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ, ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. എന്തിനായിരിക്കും ഞാൻ ഇങ്ങനെ ചെയ്തത്? അല്ലാതെ ഇപ്പൊ ഇവിടെ ഓൾറെഡി ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തിടേണ്ട ആവശ്യം എന്താണ്? ഇതാണ് നിങ്ങളുടെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ, അതായത് അബ്സ്ട്രാക്ഷന്റെ ആവശ്യം എന്താണെന്ന്. ഈ അബ്സ്ട്രാക്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ ക്ലാസ്സിനും നിങ്ങളൊരു അബ്സ്ട്രാക്റ്റ് ഫംഗ്ഷൻ എഴുതി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാസ്സിനകത്ത് നിങ്ങളത് ഡിക്ലെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഒബ്ജക്റ്റിനും ആ പ്രോപ്പർട്ടി മസ്റ്റ് ആയിട്ട് വേണം. അങ്ങനെയുള്ള കാര്യമാണ് നിങ്ങൾ ഇവിടെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഇതുപോലെ എന്ത് ഫംഗ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ സ്റ്റാർട്ട് നമ്മൾ കൊടുത്തില്ലേ, അപ്പൊ നമ്മുടെ എല്ലാ ഒബ്ജക്റ്റിനും സ്റ്റാർട്ട് എന്നുള്ളത് മസ്റ്റ് ആയിട്ട് വേണം. മനസ്സിലായോ? അതിനാണ് ഇവിടെ ഇത് അബ്സ്ട്രാക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അബ്സ്ട്രാക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതൊക്കെ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടോ അത് മസ്റ്റ് ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ കിട്ടിയല്ലോ, അത് പോകെ പോകെ പ്രോഗ്രാം എഴുതുമ്പോൾ മനസ്സിലാവും. ഇത് ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇത് പ്രോഗ്രാമിലേക്ക് പോവാം. അപ്പൊ ഞാൻ എന്താ ഇവിടെ വെഹിക്കിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു ഫംഗ്ഷൻ എഴുതാണ് വോയിഡ് സ്റ്റാർട്ട്. ഓക്കെ, എന്നിട്ട് അത് ജസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ, ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അതായത് ഇങ്ങനെ ഇടുവാണ്. അപ്പൊ ഇവിടെ കണ്ടോ ഒരു എറർ വന്നത്. ഒന്നുകിൽ അതിന് ബോഡി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അബ്സ്ട്രാക്ട് ആക്കുക. നമ്മളിപ്പോ അബ്സ്ട്രാക്ട് ക്ലാസ് എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാനിവിടെ അബ്സ്ട്രാക്ട് എന്ന് കൊടുത്തു. അതായത് ഈ ഫംഗ്ഷനെ ഞാൻ അബ്സ്ട്രാക്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പോഴും ഈ എറർ മാറിയിട്ടില്ല. അപ്പൊ നമ്മൾ മൗസ് ഓവർ ചെയ്യുമ്പോൾ കാണാം വെഹിക്കിളിനെ അബ്സ്ട്രാക്ട് ആക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ അബ്സ്ട്രാക്ട് കീവേഡ് വെച്ച് ഒരു ക്ലാസ്സിനെ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത്. ഒരു ക്ലാസ്സിന്റെ ഇപ്പുറത്തെ ഒരു അബ്സ്ട്രാക്ട് കീവേഡ് ഉണ്ട്, അതിനെ നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ഇതിനകത്ത് അബ്സ്ട്രാക്ട് മെത്തേഡ് മാത്രം വരണമെന്നില്ല, നോൺ അബ്സ്ട്രാക്ട് മെത്തേഡും വരാം. അപ്പൊ വേറെ ഒരു മെത്തേഡ് ഞാൻ കൊടുക്കുകയാണ് വോയിഡ് സൗണ്ട്. നോൺ അബ്സ്ട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിക്ലറേഷൻ മാത്രമല്ല, ഇംപ്ലിമെന്റേഷൻ ഉണ്ട് അവിടെ. മനസ്സിലായോ? അപ്പോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് എനിക്ക് കൊടുക്കാം ബി ബി. ഓക്കെ, അപ്പൊ ഇതാ എന്റെ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഞാൻ എഴുതി, നോൺ അബ്സ്ട്രാക്ട് മെത്തേഡ് എഴുതി. നോൺ അബ്സ്ട്രാക്ട് മെത്തേഡിന്റെ വേറെ പേരാണ് കോൺക്രീറ്റ് മെത്തേഡ്. മനസ്സിലായോ? അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കോൺക്രീറ്റ്. അവിടെ തന്നെ ഇംപ്ലിമെന്റേഷനും ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു ക്ലാസ് അബ്സ്ട്രാക്ട് ആയിരിക്കണം എന്ന് വെച്ച് അതിനകത്ത് എല്ലാ മെത്തേഡും അബ്സ്ട്രാക്ട് ആയിരിക്കണം എന്നില്ല. മനസ്സിലായോ? അതിനകത്ത് നോൺ അബ്സ്ട്രാക്ട് മെത്തേഡും വരാം, എത്ര വേണമെങ്കിലും വരാം. മനസ്സിലായല്ലോ? ഇനിയിപ്പൊ നമ്മൾ ഈ ക്ലാസ്സിനെ എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്? എക്സ്റ്റെൻസ് കീവേഡ് വെച്ച്, ശരിയല്ലേ? അപ്പോൾ എക്സ്റ്റെൻസ് വെഹിക്കിൾ എന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഈ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ അതാ ഇവിടെ ഒരു എറർ വരുന്നുണ്ട്. എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ആഡ് അൺഇംപ്ലിമെന്റഡ് മെത്തേഡ്സ്. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ സ്റ്റാർട്ട് എന്നുള്ള ഫംഗ്ഷൻ ഇങ്ങോട്ട് ഓവർ റൈഡ് ആയി. മനസ്സിലായോ? ഇനി ഇതിനകത്ത് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എഴുതി കൊടുക്കാം. അപ്പൊ ഞാൻ സിസ് ഔട്ടിനകത്ത് കൊടുക്കുകയാണ്, കിക്ക് സ്റ്റാർട്ട് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇത് ഇംപ്ലിമെന്റ് ചെയ്തു. ഇപ്പൊ മനസ്സിലായോ എന്തിനാണ് അബ്സ്ട്രാക്ട് എന്ന് എഴുതി കൊടുത്തതെന്ന്? അതായത് നമ്മളൊരു ഫംഗ്ഷൻ അബ്സ്ട്രാക്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്ത ഏതൊക്കെ ഒബ്ജക്റ്റുകൾ അതിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ ക്ലാസ് അതിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടോ അതെല്ലാം മസ്റ്റായിട്ടും ആ മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഇതാണ് അതിന്റെ ഒരു യൂസ്. ഇനിയിപ്പോ ഞാൻ വേറൊരു ക്ലാസ് കൂടി എഴുതി കൊടുക്കാന്ന് വിചാരിക്കുക, ക്ലാസ് കാർ. ഓക്കെ, എന്നിട്ട് അത് വെഹിക്കിളിനെ ഇൻഹെറിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അത് വെഹിക്കിളിനെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു എറർ വരും. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദാ ആഡ് അൺഇംപ്ലിമെന്റഡ് മെത്തേഡ്സ് എന്ന്. അതായത് നമ്മളവിടെ അബ്സ്ട്രാക്ട് ആയിട്ട് കൊടുത്തല്ലോ. അപ്പൊ എപ്പോഴും നമ്മൾ ആ അബ്സ്ട്രാക്ട് ആയിട്ട് എഴുതി കൊടുത്ത ഫംഗ്ഷൻ എഴുതിയ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇംപ്ലിമെന്റഡ് അല്ലാത്ത മെത്തേഡുകളെല്ലാം ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തോണം. ഇവിടെ കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ സ്റ്റാർട്ടിനെ ഓവർ റൈഡ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് കൊടുക്കുകയാണ് സിസ് ഔട്ട് സ്റ്റാർട്ട് വിത്ത് കീ. ഓക്കെ, അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ അബ്സ്ട്രാക്ഷന്റെ യൂസ് എന്താണെന്ന്. അതാ ഇനിയിപ്പൊ നമുക്ക് ജസ്റ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാ? ബൈക്കിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ഈക്വൽ ടു കൊടുക്കാം, എന്നിട്ട് ബി ഡോട്ട് സ്റ്റാർട്ട് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ നമ്മൾ ഇത് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിക്ക് സ്റ്റാർട്ട്, ശരിയല്ലേ? അത് കിട്ടി. അപ്പൊ നമുക്ക് അതുപോലെ കാറിന്റെ വേണമെങ്കിൽ കാറിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കോൾ ചെയ്താൽ മതി. ഇനി അബ്സ്ട്രാക്ട് ക്ലാസിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തേഡ് ഓവർ റൈഡിങ് അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ ഉണ്ടോ എന്ന്? ഉണ്ട്. കാരണം എന്താ? ഇവിടെ ഈ ബേസ് ക്ലാസ്സിൽ എഴുതിയിരിക്കുന്ന സ്റ്റാർട്ട് മെത്തേഡ് ഇവിടോട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തപ്പോ കണ്ടോ
ഓവർറൈഡ് എന്നൊരു അനോട്ടേഷൻ വന്നത്. അതായത് ആ മെത്തേഡിനെ ഓവർറൈഡ് ചെയ്ത് അതിന്റെ സബ് ക്ലാസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഓവർറൈഡിങ് എന്താണെന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലുണ്ട്, കാണാത്തവർ കാണാം. അതായത് ബേസ് ക്ലാസ്സിലുള്ള ഒരു മെത്തേഡിനെ നമ്മൾ സബ് ക്ലാസ്സിൽ അതുപോലെ എടുക്കുന്നു, പാരാമീറ്റേഴ്സിൽ ഒന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ. പക്ഷെ അതിനകത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഡിഫറെന്റ്. മനസ്സിലായോ? അപ്പോൾ അതിനാണ് ഓവർറൈഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവർറൈഡിങ് ഉണ്ട്. പിന്നെ എന്താണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇതിനകത്ത് അബ്സ്ട്രാക്ട് ക്ലാസ് ഏതാണ്? നമ്മുടെ വെഹിക്കിൾ അല്ലേ. അപ്പൊ വെഹിക്കിളിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പൊ വെഹിക്കിൾ വി ഈക്വൽ ടു ന്യൂ വെഹിക്കിൾ നമുക്ക് നോക്കാം. അപ്പൊ അത് ഇങ്ങനെ കൊടുക്കുമ്പോൾ എറർ വരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താ? ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ ഒബ്ജക്റ്റ് ഡോട്ട് ഈ ഫംഗ്ഷനാലിറ്റി അങ്ങ് വിളിച്ചാൽ മതി. മെത്തേഡിനെ ഡയറക്റ്റ് കോൾ ചെയ്യാൻ പറ്റും നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അബ്സ്ട്രാക്റ്റിന്റെ ആവശ്യം എന്താണ്? നമ്മുടെ ഇന്റേണൽ ഇംപ്ലിമെന്റേഷൻ ഹിഡൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാൻ പറ്റരുത്. അതുകൊണ്ട് അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഒരിക്കലും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് നമുക്ക് കളയാം. ഓക്കെ, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, അബ്സ്ട്രാക്ട് ക്ലാസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 0 to 100% ആണ് അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതെന്ന്. അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അബ്സ്ട്രാക്ട് മെത്തേഡ്സും യൂസ് ചെയ്യാം, നോൺ അബ്സ്ട്രാക്ട് മെത്തേഡ്സും യൂസ് ചെയ്യാം. നമ്മൾ എല്ലാ മെത്തേഡ്സും നമ്മുടെ അബ്സ്ട്രാക്ട് ആണെങ്കിൽ നമുക്ക് 100% അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോൺ അബ്സ്ട്രാക്റ്റോടെ കിടക്കുന്നതുകൊണ്ടാണ് ഈ 0%ന്റെ കാര്യം വന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അത് പിടികിട്ടിയല്ലോ. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർഫേസ്. നമ്മുടെ അബ്സ്ട്രാക്ട് ക്ലാസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യുന്നതെന്ന് കണ്ടു. ഇനി നെക്സ്റ്റ് ഇന്റർഫേസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന്. അപ്പൊ ഇന്റർഫേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ന്യൂ ഇന്റർഫേസ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഞാനൊരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാണ്. വേർഡ്സ് എന്ന് പറഞ്ഞ ഇന്റർഫേസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിനകത്ത് ഈ പറഞ്ഞോണം മെത്തേഡ് എഴുതി കൊടുക്കുകയാണ്. അതായത് ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് മെത്തേഡ് ഡിക്ലെയർ ചെയ്യുന്നേ ഉള്ളൂ, ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ കൊടുക്കുകയാണ് വോയിഡ് സൗണ്ട്സ്. ഓക്കെ, അതായത് എല്ലാ ബേർഡ്സിനും സൗണ്ട് ഉണ്ട്, പക്ഷെ ഓരോ സൗണ്ടും വ്യത്യസ്തമാണ് അല്ലെ. അപ്പൊ എല്ലാ ബേർഡ്സിനും മസ്റ്റായിട്ട് ഈ ഫംഗ്ഷനാലിറ്റി വേണം. അതുകൊണ്ട് ഞാനിതിവിടെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ അബ്സ്ട്രാക്റ്റ് കീവേഡ് കൊടുത്തില്ലെങ്കിലും എറർ ഒന്നും വരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ബൈ ഡീഫോൾട്ട് തന്നെ ഈ ഇന്റർഫേസിൽ വരുമ്പോൾ ഇത് അബ്സ്ട്രാക്റ്റ് ആണ്. അതായത് ഇന്റർഫേസിൽ ഏത് മെത്തേഡ് എടുത്താലും അത് ഡീഫോൾട്ട്ലി അബ്സ്ട്രാക്റ്റ് ആണ്. മനസ്സിലായോ? കൊടുത്തില്ലെങ്കിലും അത് അബ്സ്ട്രാക്റ്റ് ആയിട്ട് എടുക്കത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഒരു നോൺ അബ്സ്ട്രാക്ട് മെത്തേഡ് എടുത്തു കൊടുക്കാം. ഇപ്പൊ ജസ്റ്റ് ക്രൈസ് എന്ന് കൊടുക്കുകയാണ്. നോൺ അബ്സ്ട്രാക്ട് എന്ന് വെച്ചാൽ അവിടെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എറർ കിടക്കുന്നുണ്ടോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർഫേസിൽ നമുക്ക് ഒരിക്കലും നോൺ അബ്സ്ട്രാക്ട് മെത്തേഡ്സിനെ എഴുതി കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ എല്ലാ മെത്തേഡും നമ്മൾ ഏത് കൊടുത്താലും അത് അബ്സ്ട്രാക്റ്റ് ആയിരിക്കും. പിടികിട്ടിയല്ലോ? അതുകൊണ്ടാണ് ഇവിടെ 100% അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞത്. അതായത് എല്ലാം അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ആണല്ലോ, അതുകൊണ്ട് 100% അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിവിടെ സൗണ്ട്സ് ഒന്ന് കൊടുത്തു. ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യിക്കുന്നത്? ജസ്റ്റ് മുമ്പ് ചെയ്തോണം ഒരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് പുതിയൊരു കൊടുക്കുകയാണ് ക്രോ എന്ന് പറഞ്ഞ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്രോ ക്ലാസ് ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ സാധാരണ എങ്ങനെയാണ് ഒരു ക്ലാസ് ആകുമ്പോൾ അതിനെ ഇൻഹെറിറ്റ് ചെയ്യും. ഇത് ഒരു ഇന്റർഫേസ് ആണ്. ഇന്റർഫേസിനെ എങ്ങനെയാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത്? ഇന്റർഫേസിനെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ഇംപ്ലിമെന്റ്സ് കീവേഡ് വെച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ ഇന്റർഫേസിനെ നമുക്ക് ഇങ്ങോട്ട് ആക്സസ് ചെയ്യുന്നത്, നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ഇംപ്ലിമെന്റ്സ് കീവേഡ് വെച്ചിട്ടാണ്. മനസ്സിലായോ? ഇംപ്ലിമെന്റ്സ് ബേർഡ്സ് എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേർഡ്സിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ക്രോയ്ക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാ ഇവിടെ മൗസ് ഓവർ ചെയ്യുമ്പോൾ മുൻപ് വന്നതുപോലെ ആഡ് അൺഇംപ്ലിമെന്റഡ് മെത്തേഡ്സ്. മനസ്സിലായോ? അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട്സ് ഇവിടെ വരും. അപ്പൊ നമ്മുടേതായിട്ടുള്ള എന്താണ് സൗണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ക്രോ അല്ലേ, അപ്പൊ ക്രോ കരയുമ്പോൾ എങ്ങനെയാണ്? കാവ് കാവ് എന്ന് കൊടുക്കാം. പിടിയിട്ടിയല്ലോ? എന്നിട്ട് ഇത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്രോയുടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഈക്വൽ ടു ന്യൂ ക്രോ. ഓക്കെ, എന്നിട്ട് സി ഡോട്ട് സൗണ്ട്സ് എന്ന് വിളിച്ചാൽ മതി. അപ്പൊ നമുക്ക് കാവ് കാവ് എന്ന് കിട്ടും. മനസ്സിലായല്ലോ? എത്ര ക്ലാസ്സിന് വേണമെങ്കിലും നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോ റൺ ചെയ്യുമ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കാവ് കാവ് എന്ന് വന്നു. അപ്പൊ ഇനി നിങ്ങൾക്ക് വേറൊരു ബേർഡ്, ഇപ്പൊ ഡോവ് വേണമെങ്കിൽ ഡോവിന്റെ കൊടുക്കാം. എന്നിട്ട് ഡോവിന്റെ സൗണ്ട് എന്താണ്? ഇപ്പൊ കൂക്കു അല്ലേ, അത് വേറൊരു ക്ലാസ്സിനകത്ത് ഇതുപോലെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാം. പിടികിട്ടിയല്ലോ? ഇങ്ങനെയാണ് ഇന്റർഫേസ് യൂസ് ചെയ്ത് നമ്മൾ അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ അബ്സ്ട്രാക്ഷൻ എന്താണ്, അബ്സ്ട്രാക്ഷൻ എങ്ങനെ അച്ചീവ് ചെയ്യാം, റിയൽ ടൈം എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.